ഈ വെയിൽ കാണുമ്പോൾ നട്ടുച്ചയ്ക്കാണോ വീഡിയോ എടുക്കാൻ ഇറങ്ങിയെന്ന് വിചാരിക്കും. ഉച്ച സമയമൊന്നും അല്ല കേട്ടോ, രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയത്. ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നേ, ഭയങ്കരമായിട്ടുള്ള മഴ. അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു, നമ്മുടെ ജമന്തി മുട്ടുകളൊക്കെ അതൊക്കെ ചീഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടായിരുന്നു. അതെ, ബ്ലൂ ഡേയ്സിൽ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ബ്ലൂ ഡേയ്സിലൊരു പൂവൊക്കെ വിരിയുന്നത്. അപ്പം ഇതുപോലെ മഴയൊക്കെ കഴിഞ്ഞൊരു ദിവസമാണ് ഇതിനു മുമ്പ് നമ്മൾ ലില്ലിച്ചെടിയിൽ ഒരു മൊട്ട് കണ്ടത്. അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നോക്കിയപ്പോഴത്തേന് ലില്ലിച്ചെടിയിൽ വീണ്ടും ഒരു മൊട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഇലച്ചെടികളുടെയൊക്കെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയില്ല, അതിൻ്റെ ഷേപ്പ് കൊണ്ടും കളർ കൊണ്ടുമൊക്കെ. അപ്പോൾ ഓരോ ചെടിയും അതിൻ്റെ ആ ഇലയുടെ ആ ഭംഗി കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പല ചട്ടികളിലേക്കൊക്കെ മാറ്റി നടുന്നത്. അങ്ങനെ ഇന്ന് നമുക്കൊരു ചെടി ഒന്ന് കുറച്ച് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടണം. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മുഴുവൻ പച്ച കളറല്ലേ, എല്ലാ ചെടികളും തന്നെ പൂക്കളുള്ള ചെടികൾ കുറവായതുകൊണ്ട് തന്നെ മൊത്തം ഒരു പച്ചപ്പാണ്. അപ്പോൾ അത് ഈ ഒരു കോളിസ് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി നമുക്ക് അവിടെ ഒന്ന് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ കുറച്ചൊക്കെ ഒരു കളർ ചേഞ്ച് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളതൊരു ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വെച്ച ഉടനെ തന്നെ ആകുമ്പോൾ അന്നത്തെ ദിവസം 2-3 ദിവസമൊക്കെ വാടിയ പോലൊക്കെ നിൽക്കുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേന് വളർന്ന് പൊങ്ങിക്കഴിയുമ്പോൾ സെറ്റായിക്കോളും. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആ ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ദേവൂട്ടനാണ്. പിന്നെ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേവൂട്ടൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.